അസ്സലാമലൈക്കും. നമ്മളിങ്ങനെ ഓട്ടൊക്കെ ആയിട്ട് ഇന്ന് കുറച്ച് ബിരിയാണിയൊക്കെ ഞങ്ങൾക്ക് ഓർഡർ ഉണ്ട് കേട്ടോ. നമ്മളുടെ വീട്ടിലെ താമസിക്കുന്ന പിള്ളേർക്കും എല്ലാവർക്കും കൂടി ഒന്ന് ബിരിയാണി സെറ്റ് ചെയ്യുകയാണ്. എൻ്റെ മസാലയുടെ ജോലിയിലാണ് നമ്മൾ കേട്ടോ. ഓക്കെ, എൻ്റെ മസാലയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാല ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ റൈസിൻ്റെ ചോറിൻ്റെ പണി തുടങ്ങണം. മസാല ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അൽഹംദുലില്ലാ അടുപ്പുണ്ട്, അടുപ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഗ്യാസിൽ മുതലാവില്ല, റേറ്റൊക്കെ കുറച്ചാണ് കൊടുക്കുന്നത്. മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ ചെമ്പൊക്കെ വെച്ച് അതിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, തന്നെ റൈസൊക്കെ റെഡിയാവും. ഇങ്ങനെയാണ് സെറ്റ് ചെയ്യണത്. അരി നമ്മൊന്ന് വറക്കും. അരി കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഓയിലും കറുവപ്പട്ട എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് അരി ഒന്ന് വറക്കും. വേറെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അളവിനുള്ള വെള്ളം വേറെ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ബിരിയാണി സെറ്റ് ചെയ്യണത് കേട്ടോ. റൈസ് സെറ്റ് ചെയ്യണം ബിരിയാണിയുടെ. നമ്മളത് റൈസൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 2 ചെമ്പിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ആദ്യത്തേത്. ഇത് കുറച്ച് ഓർഡർ ഉണ്ട് ഇന്ന് പാർട്ടിക്കാർക്കൊക്കെ ആയിട്ട്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, മാഷാ അല്ലാഹ്, നമുക്ക് ഇന്ന് കുറച്ച് പാർട്ടിക്കാർ കുറച്ച് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 50 പാക്കറ്റ് ബിരിയാണി ഓർഡർ വന്നിട്ടുണ്ട്. ഓക്കെ, സെറ്റ് സാധനം കേട്ടോ.